അതിനെന്തെങ്കിലും സാക്ഷിയോ തെളിവോ ഉണ്ടോ എന്ന് ശ്രുതി ചോദിക്കുകയാണ് സച്ചിയോട്. സച്ചി പറയുന്നുണ്ട്, ഇത് പോയിന്റ് ജഡ്ജിയമ്മയുടെ അവകാശ ഇതോട് കൂടിയിട്ട് ഞാൻ ആ സാക്ഷിയെ വിളിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇവൻ എന്താ തലയ്ക്ക് വല്ല വട്ടുകൊണ്ടോ സാക്ഷി പോലും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര സച്ചിയെ കളിയാക്കിക്കൊണ്ട് നിൽക്കാണ്. നീലിമേ എന്ന് സച്ചി വിളിക്കുന്നുണ്ട്. നീലിമ എന്ന ആ വിളി കേട്ടതോടുകൂടി ശ്രുതിയും ഞെട്ടിപ്പോവാണ്. അവര് മാത്രമല്ല ബാക്കി എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. നീലിമ എന്നുള്ള പേര് എല്ലാവർക്കും നല്ല പരിചയമാണല്ലോ. പക്ഷെ ഏറ്റവും കൂടുതൽ ഞെട്ടി വിറച്ചു നിൽക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ. അങ്ങനെ നീലിമ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അതൊരു ഒന്നൊന്നര വരവ് തന്നെയാണ്. ആ വരവ് കണ്ട് ആകപ്പാടെ വിറങ്ങലിച്ച് രണ്ടുപേരും നിൽക്കാണ്. അപ്പോ സച്ചി പറയുന്നുണ്ട്, ജഡ്ജിയമ്മേ ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ സുധിയുടെ കഥയിലെ നീലിമ. സുധിയെ പറ്റിച്ച് 50 ലക്ഷവുമായിട്ട് കടന്നു കളഞ്ഞ ആ നീലിമ, കാനഡയിലേക്ക് പോയ നീലിമ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ചാടി എഴുന്നേക്കുന്നുണ്ട്. എടി ഒരുമ്പട്ടവളെ, നീയല്ലേ എന്റെ മകന്റെ കാശുമായിട്ട് മുങ്ങിയത്? എന്റെ മകനെ കെട്ടിക്കോളാന്നും പറഞ്ഞ് അവൻ ആശ കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം മേടിച്ച് മുങ്ങിയത് നീ അല്ലേടി എന്ന് ചോദിക്കാണ്. ആന്റി, ഞാനൊരു കാര്യം പറയട്ടെ, നിക്ക് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് മതി ബാക്കി തുള്ളിച്ചാട്ടമൊക്കെ. എന്ത് കേൾക്കാനടി, എല്ലാം മനസ്സിലായി. ചതിച്ചി, പേരും കള്ളി, നീ ഒറ്റയിരുത്തി കാരണം ഈ വീട്ടിലുണ്ടായ പ്രശ്നം എന്തൊക്കെയാണെന്നറിയോ? നീ കാരണം ഇവിടെ എന്തൊക്കെ പുകയ ഉണ്ടായെന്ന് നിനക്കറിയോ എന്നൊക്കെ ചോദിക്കാണ്. അതെ, ചതിച്ചീന് എന്നെയല്ലേ വിളിക്കേണ്ടത്, നിങ്ങളുടെ ഈ മോനെയും ഈ മരുമോളെയും വിളിക്കേണ്ടത് എന്ന് പറയാണ്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ, ഞാൻ നിങ്ങളുടെ മോനെയും പറ്റിച്ച് 50 ലക്ഷം രൂപയും കൊണ്ട് കടന്നു കളഞ്ഞു, അതെല്ലാം ശരിയാ. കുറെ നാള് ഞാൻ ഇവനും പ്രേമിച്ച് നടന്നൊക്കെയാ. പക്ഷേ ആ സമയം കൊണ്ട് എനിക്ക് മനസ്സിലായി ഇവനെ ഒരു കഴിവുമില്ല. 7 ഡിഗ്രി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, തലയ്ക്കകത്തെ ഒന്നുമില്ല. ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് എനിക്കറിയായിരുന്നു. അതിന്റെ കൂടെ തന്നെ സ്വന്തം അച്ഛനെയും അമ്മേനെയും സഹോദരങ്ങളെയും അതുപോലെ അവൻ കെട്ടാൻ നിന്ന പെണ്ണിനെ പോലും പറ്റിച്ചില്ലേ അവൻ എൻ്റെ കൂടെ വരാൻ തയ്യാറായത്. അതുകൊണ്ട് തന്നെ അവൻ പിന്നീട് എന്നെ ചതിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാ ഞാൻ ആ കാശുമായിട്ട് അവനെ പറ്റിച്ച് മുങ്ങിയത്. ആ കാശ് എനിക്കിട്ടൊരു ബോണസാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഞാൻ പോയതുകൊണ്ട് കാനഡയിൽ ഞാനൊരു ബിസിനസ് തുടങ്ങി, അത് നല്ല രീതിക്ക് വിജയിക്കുകയും ചെയ്തു എന്ന് പറയാണ്. നാണം ഉണ്ടോടി നിനക്കിതൊക്കെ പറയാനായിട്ട്? എൻ്റെ മകനെ കുറ്റം പറഞ്ഞ് അവൻ്റെ കാശും കൊണ്ടുപോയിട്ട് നിന്ന് അഹങ്കരിക്കുന്നത് കണ്ടില്ലേ? എവിടെ കാശ് എന്ന് ചോദിക്കാണ്. പറയാം, അതല്ലേ ഇത്ര നേരം സച്ചി പറഞ്ഞത്. ആ ക്യാഷ് ഞാൻ തിരികെ കൊടുത്തു, നിങ്ങളുടെയും മകന്റെയും ഈ മരുമകളുടെയും കയ്യില്. അത് കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. ചന്ദ്ര സഹിതം ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ഇത്ര നേരം ചന്ദ്ര വിശ്വസിക്കുന്നില്ലായിരുന്നല്ലോ സച്ചിനെ. സച്ചി പറഞ്ഞെല്ലാം കള്ളമാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്നല്ലോ. അപ്പോഴാണ് ശ്രുതി നമ്മുടെ നീലിമ ഇങ്ങനെ പറയുന്നത്. നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ കഴിഞ്ഞ 2-3 മാസത്തിന് മുന്നേ, അതായത് ഒരു 3-4 മാസത്തിന് മുന്നേ ഞാൻ അവിടെ വന്നിരുന്നു. ആ സമയത്ത് സച്ചിയുടെ കാറാണ് ഞാൻ എപ്പോഴും വിളിക്കാറുള്ളത്. സച്ചിക്ക് ഞാൻ നീലിമയാണെന്നോ എനിക്ക് സച്ചി സുധീർ അനിയനാണെന്നോ അറിയില്ലായിരുന്നു. ആ സമയത്ത് എനിക്കൊരു പാർലറിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇത് നല്ലൊരു പാർലറാണെന്ന് പറഞ്ഞുകൊണ്ടാ സച്ചി ഇവളുടെ അടുത്തുകൊണ്ട് എന്നെ ഇറക്കി വിട്ടത്. ഇവളുടെ പാർലറിലേക്ക് ചെന്നപ്പോൾ തന്നെ ഇവൾക്ക് കാര്യം മനസ്സിലായി ഞാനാണ് ആ നീലിമ എന്ന്. അതുകൊണ്ട് തന്നെ ഇവള് പ്ലാൻ ചെയ്ത് ഈ സുധി അങ്ങോട്ടേക്ക് വരുത്തി. അതിനുശേഷം രണ്ടുപേരും കൂടി എന്നെ തടഞ്ഞു വെച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് പോലീസുകാർ മുമ്പിൽ വെച്ചാ എൻ്റെ കയ്യിൽ 50 ലക്ഷം രൂപയ്ക്ക് പകരം 50 ലക്ഷവും പലിശ ഇനത്തില് 5 ലക്ഷം കൂടി ഇവൾ വാങ്ങിച്ചെടുത്തു ഈ ശ്രുതി. 50 എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പലിശ കൂടി വേണമെന്ന് പറഞ്ഞ് നിന്ന നിപ്പില് എൻ്റെ കയ്യിൽ ആ കാശ് ഇവർ രണ്ടുപേരും കൂടി വാങ്ങിച്ചെടുത്തു. ഞാൻ ഇവർക്ക് ആ കാശ് കൊടുത്തതിനുള്ള തെളിവായത് എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ആ ഒരു സൈൻ ചെയ്ത പേപ്പർ ഉണ്ടല്ലോ അത് കാണിക്കുകയാണ്. വർഷ ഇങ്ങ് കാണിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ പേപ്പർ നോക്കുന്നുണ്ട്. ശരിയാ ശ്രീകാന്ത്, ഇതേ നോക്കിയേ എന്ന് പറയാണ്. അപ്പോൾ കംപ്ലൈൻറ്റ് ശരിയാണ്. അതിന് താഴെ ഒപ്പിട്ടേക്കുന്ന ആരാന്ന് കണ്ട വർഷേ ഞാനാ. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അകത്തിറങ്ങുന്ന കേസ് ഇവർ തമ്മിലുള്ളതാണെന്ന്. എന്തോ ഒരു കേസിന് ഒപ്പിട്ട് കൊടുക്കാവെന്ന് ചോദിച്ചുകൊണ്ടാ നീലിമ മേഡം എൻ്റെ അരികിലേക്ക് വന്നത്. എൻ്റെ ക്ലയൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ശരിയെന്നും പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷെ അകത്ത് നിൽക്കുന്നത് എൻ്റെ ഏട്ടനും അവൻ്റെ ഭാര്യയുമാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയാണ്. അതിനുശേഷം ഞാൻ അവിടെ വെച്ച് തന്നെ സുധീയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കൈമാറി ചെയ്തതിൻ്റെ റെസിപ്റ്റാണിത്, ബാങ്ക് റെസിപ്റ്റാണ്, ബാങ്ക് പാസ്ബുക്കാണ് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കൊടുക്കുകയാണ്. അതും വർഷയും ശ്രീകാന്തോട് നോക്കിയിട്ട് എല്ലാവരുടെയും കയ്യിലേക്ക് കൊടുക്കുകയാണ്. അച്ഛനും അത് വാങ്ങിച്ച് നോക്കുന്നുണ്ട്. ശരിയാ, ഇവൻ്റെ അക്കൗണ്ടിലേക്ക് 55 ലക്ഷം രൂപയും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. ഇത്രയും നേരം അമ്മേനെ കുറ്റപ്പെടുത്തുകയായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? മോൻ ചെയ്ത കള്ളത്തിൽ എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായോ? ഇവനല്ല എല്ലാത്തിനും കാരണക്കാരി ഈ നിൽക്കുന്ന ശ്രുതിയാ. ഇവനെ കൊണ്ട് ആ കാശ് വാങ്ങിച്ചതും ഇവള് തന്നെയാ.
അതുകൊണ്ടായിരിക്കും രണ്ടുപേരും കൂടി ഷോറൂം തുടങ്ങിയത്. അല്ലേടാ കള്ള എന്ന് ചോദിക്കാണ്. നീലിമ പറയുന്നുണ്ട്, ഞാൻ അങ്ങളുടെ ആ പണം അടിച്ചുകൊണ്ട് പോയത് തെറ്റ് തന്നെയാ, സമ്മതിച്ചു. പക്ഷേ ഒരു കുടുംബത്തെ മൊത്തം ചതിക്കാൻ നിന്ന് ഇവനെ ചതിച്ചുകൊണ്ട് ഞാൻ പോയി. അതാണ് സംഭവിച്ചത്. ഞാൻ ചെയ്തത് ഒരിക്കലും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ കൊണ്ടുപോയ 50 ലക്ഷത്തിന് പകരം 5 ലക്ഷം രൂപ പലിശയും കൂട്ടി ഞാൻ 3-4 മാസം മുന്നേ തന്നെ കൊടുത്തു. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്നെ ആരും കുറ്റപ്പെടുത്തണ്ട. അതിന് തെളിവുകളും ഞാൻ നൽകിയിട്ടുണ്ട്. ഇത് എനിക്കൂടുള്ളൊരു വാശിയായിരുന്നു. എൻ്റെ ആ കാശ് തിരിച്ചു മേടിക്കാൻ ഇവർ രണ്ടുപേരും എന്നെ ബലപ്രയോഗമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാനാണെങ്കിലോ ഇവന് തട്ടിക്കൊണ്ടും പോയിരുന്നു എന്ന് പറയാണ്. അന്നും വന്ന് രക്ഷപ്പെടുത്തിയത് സച്ചിയായിരുന്നു. പക്ഷെ അത് എനിക്കറിയില്ലായിരുന്നു എന്ന് ഇവള് പറയാണ്. ഇതൊക്കെ കേട്ട് ചന്ദ്രയ്ക്കും രവീന്ദ്രനും എന്ത് പറഞ്ഞെന്നറിയില്ല കേട്ടോ. രവീന്ദ്രനോട് പോയിട്ട് അവൾ പറയാണ്, അങ്കിളെ സോറി, സച്ചി വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ വന്ന് ഇത് പറഞ്ഞത്. ഞാൻ വന്ന് പറഞ്ഞില്ലെങ്കിൽ വിശ്വസിക്കില്ലെന്ന് സച്ചി പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. രണ്ടുപേരും പഠിച്ച കള്ളനും കള്ളിയുവാ. ഇത്രയും നാളും ഈ പൈസ ഇവിടെ തന്നിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും സച്ചി വന്ന് ചോദിച്ചുകൊണ്ടാണ് അത് പറയാൻ സാധിച്ചത്. കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നെന്ന് എനിക്ക് മനസ്സിലായി. ഞാനെന്നാ പോവാ സച്ചി എന്ന് പറയുമ്പം, മാഡം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുമ്പം ശ്രുതിയെ നോക്കിയിട്ട് അവളൊരു ചിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. സച്ചി പറയാണ്, ഇപ്പം മനസ്സിലായില്ലേ ദേവെന്ന് പറഞ്ഞൊരാൾ മുകളിലുണ്ടെന്ന്. അതുകൊണ്ടാ കറങ്ങിത്തിരി നീലിമ എൻ്റെ അരികിൽ തന്നെ വന്നത്. ഇപ്പം മനസ്സിലായില്ല അച്ഛാ കള്ളനും കള്ളിയും ആരാണെന്ന്. ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രതിയല്ല 2 പ്രതിയാണെന്ന്. ഇവള് രണ്ടുപേരും പ്രതികളാ. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പാവമൊന്നുമല്ല ഈ പാറിലടത്തി. ഇതിന്റെ എല്ലാ ബുദ്ധിയും ഈ ഏടത്തേടിയാ എന്ന് പറയാണ്. ശ്രുതിക്കും എന്ത് പറയണമെന്ന് പോലെ അറിയില്ല കേട്ടോ. രണ്ടുപേരും കൂടി ശരിക്കും നെർവസ് ആയിട്ട് വേർത്ത് കുളിച്ച് അങ്ങനെ നിൽക്കായിരിക്കും. എന്ത് പറയണമെന്ന് പോലെ അറിയില്ല. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് സുധീനെ ആ കൂട്ടിന് പിടിച്ചങ്ങോട്ട് ഇറക്കാണ്. ഡാ ഈ കേട്ടതൊക്കെ സത്യമാണോടാ? പൈസ മേടിച്ച് നീയൊക്കെ എന്ത് ചെയ്യാനടാ എന്നും ചോദിച്ചുകൊണ്ട് അവൻ്റെ കവളത്ത് ആഞ്ഞടിക്കാണ്. അയ്യോ അമ്മേ, ആ കാശുകൊണ്ടാ ഷോറൂം തുടങ്ങിയെന്ന് പറയുമ്പം, ഷോറൂം തുടങ്ങിയത് ആ കാശുകൊണ്ടാണെന്നോ? നിങ്ങളല്ലേ പറഞ്ഞത് ശ്രുതി അച്ഛനാ കാശ് അയച്ചു കൊടുത്തതെന്ന്. അപ്പോൾ പിന്നെ ആ കാശല്ലായിരുന്നോ എന്ന് ചോദിക്കാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ നിങ്ങൾ രണ്ടുപേരല്ലേ പറഞ്ഞത് ഏഴത്തിൽ കാശ് അയച്ചെന്ന പൈസയാണെന്ന്. ഏഴത്തിൽ അച്ഛൻ അയച്ചെന്ന പൈസയാണെന്ന്. എന്നിട്ട് അതല്ലായിരുന്നോ? അപ്പോൾ ശ്രുതി പറയാണ്, അല്ല, അത് ശ്രുതി അച്ഛനയച്ച പൈസയല്ല, അത് നീലിമ എന്ന പൈസ തന്നെയാ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട രവീന്ദ്രനും ബാക്കി എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്. ചന്ദ്ര ചോദിക്കുകയാണ്, എന്നിട്ട് പിന്നെ എന്തിനാടാ ഇവളുടെ അച്ഛൻ തന്നാന്ന് കള്ളം പറഞ്ഞത്? അത് പിന്നെ അമ്മേ എന്ന് പറയുമ്പോഴേക്കും വീണ്ടും ചന്ദ്ര അവനെ തല്ലാൻ വേണ്ടി കയ്യോങ്ങാണ്. അപ്പോഴേക്കും അമ്മേ ഞാനല്ല, എല്ലാത്തിനും കാരണക്കാരി ശ്രുതിയാ എന്ന് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതിനെ കോർത്തുവിട്ട് അവൻ പതിയെ എസ്കേപ്പ് ആവുകയാണ്. ചന്ദ്ര നമ്മുടെ ശ്രുതിയുടെ നേരെ തിരിയാണ് കേട്ടോ, ഒരു ഭദ്രകാളിയെ പോലെ. ഇതെല്ലാം കണ്ടുകൊണ്ട് ബാക്കി എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ചന്ദ്ര ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇപ്പറഞ്ഞെല്ലാം സത്യമാണോടി? ആ 55 ലക്ഷം രൂപയ്ക്കാണോ നിങ്ങൾ ഷോറൂം തുടങ്ങിയത്? നിന്റെ അച്ഛനയച്ച പൈസയല്ലേ എന്ന് ചോദിക്കുമ്പം, അല്ല ആൻറ്റി എന്ന് പറഞ്ഞ ഉടനെ ഒരൊറ്റ അടിയായിരിക്കും കേട്ടോ. കറങ്ങിപ്പോയി ആ ഡെസ്കിലേക്ക് വീഴാണ് ശ്രുതി. നീ എന്താടി കരുതത്? ഞങ്ങളെല്ലാം ഒരുമിച്ചങ്ങ് പറ്റിക്കാന്നോ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഞാനൊന്ന് പറഞ്ഞതാ ശ്രുതിയോട്, ഈ പൈസ നമുക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കാന്ന്. അപ്പോൾ ശ്രുതിയാണ് പറഞ്ഞത്, 3 വീതം വെച്ചാൽ നമുക്കൊന്നും കിട്ടില്ല, അല്ലെങ്കിൽ ഈ പൈസ അച്ഛന് കൊടുക്കും, നമുക്കൊരു ബിസിനസ് തുടങ്ങാന്ന് ശ്രുതിയുടെ ഐഡിയ അമ്മേ എന്ന് പറയാണ്. ആണോടി എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും അടിക്കുന്നുണ്ട്. ഈ അടിക്കുന്നെല്ലാം കണ്ടിട്ട് പോലും നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടാതെ മാറി നിൽക്കുകയാണ് കേട്ടോ. 2 അടി അടിച്ചപ്പോഴും ആരും തടയാനോ പറയാനോ മിണ്ടാനോ ഒന്നും വന്നില്ല. ചന്ദ്ര പറയാണ്, നീ എൻ്റെ പുന്നാര മരുമകളാന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ തലയെ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം അതിനുള്ള അനുഭവം നീ എനിക്ക് തന്നു. അതിനുള്ള ശിക്ഷയാ നീ ഇപ്പം എനിക്ക് തന്നത്. സത്യം പറടി, അപ്പോൾ നിന്റെ അച്ഛനയച്ച പൈസയല്ലേ ഇവിടെ പറഞ്ഞെല്ലാം കള്ളമായിരുന്നോടി എന്ന് ചോദിക്കുകയാണ്. ആൻറ്റി അത് പിന്നെ എന്നൊക്കെ പറയുമ്പം വീണ്ടും തല്ലുന്നുണ്ട്. അപ്പോൾ ആ ഷോറൂം തുടങ്ങിയ കാശ് ഇദ്ദേഹത്തിൻ്റെ കാശല്ലേ എന്നും ചോദിക്കുകയാണ്. ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ്, മതി നിർത്ത് ചന്ദ്രൻ, അവളെ തല്ലരുത്, നിങ്ങൾ മിണ്ടണ്ട. ഇവളെ ഞാൻ അത്രയധികം സ്നേഹിച്ചതാ. ബാക്കി 2 മരുമക്കളെക്കാട്ടിലും ഏറ്റവും ഞാൻ വിശ്വസിച്ചും സ്നേഹിച്ചതും ഇവളെ ആയിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാ ഇവളെ കരുതിയത്. എന്നിട്ട് ഇവളെ എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സച്ചി പറയാണ്, അച്ഛാ ഇത് വേറൊന്നുമല്ല,
അമ്മയോട് പറഞ്ഞിട്ടാ ചെയ്തെങ്കിലേ അമ്മയ്ക്ക് ഇത്രയും സങ്കടം വരില്ലായിരുന്നു. ഇപ്പോൾ പാർലറിലെത്തിയേ അമ്മയെ അറിയിക്കാതെ സുധിയെ കൂട്ടി ചേർന്ന് ചെയ്തില്ലേ? അമ്മയോട് സുധി പോലും പറഞ്ഞില്ലല്ലോ. അതിൻ്റെ കലിപ്പ അമ്മയ്ക്ക്. നീ ഒന്നും മിണ്ടാതെ പോടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര വീണ്ടും അവളുടെ നേരെ തിരിയാണ്. നീ പാല് തരുന്ന കഴിക്കാനെ കുത്തുന്ന വിശപ്പാമ്പ അല്ലടി. നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാ, എന്തുമാത്രം ഞാൻ നിന്നെ വിശ്വസിച്ചതാ. നീ എന്നെ ചതിച്ചില്ലേ? ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കണ്ട, പോടി ഇറങ്ങി എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മേ അവളെ മാത്രം കുറ്റം പറയണ്ട, ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ ഇവനും കൂടിയാണല്ലോ. അപ്പോൾ ഇവക്ക് കൊടുത്തൽ എന്നെ അടി അവനും കൊടുക്കണം. ആരെന്താ അമ്മ ചെയ്യാത്തത്? ആരടിക്കണം വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, നീ പറയണ്ട. രവീന്ദ്രൻ പറയാണ്, എങ്കിലും കുട്ടികളെ കാണിച്ചത് വളരെ മോശമായിപ്പോയി. ഇങ്ങനെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും കരുതിയില്ല. 30 ലക്ഷം രൂപ പോയപ്പോഴേ നിങ്ങളെക്കാളും വേദനിച്ചത് ഞങ്ങളാ. ഞങ്ങളുടെ മക്കളുടെ അധ്വാനം പോയല്ലോന്ന് കരുതിയിട്ട്. പക്ഷേ ഇപ്പം മനസ്സിലായി അത് പോയത് എന്തുകൊണ്ടാണെന്ന്. സച്ചി പറഞ്ഞതുപോലെ ഇത് കർമ്മമാ. നിങ്ങളെ പൊട്ടനെ ചട്ടം ചതിക്കുമ്പോൾ ചട്ടനെ ദൈവം ചതിക്കുന്ന ഒരു ചൊല്ലുണ്ടല്ലോ. അച്ഛനെ നിങ്ങൾ പറ്റിച്ചപ്പോൾ നിങ്ങളെ ദൈവം ചതിച്ചു, അത്രേ ഉള്ളൂ. ബാക്കി 25 ലക്ഷം രൂപയും കൂടി ഉണ്ട് എൻ്റെ നിങ്ങളുടെ കയ്യിൽ. അതുകൂടി ദൈവം കളയാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് പറയാണ്. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തെന്നൊക്കെ ആനിക്കറിയോ? എന്തിനാ ചെയ്തത്? ആനിയുടെ മകന് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? 7 ഡിഗ്രി ഉണ്ട്, അതല്ലാതെ അവനെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് ചോദിക്കുകയാണ്. ഇവളിത് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം ഇത്രയും നേരം അവളെ അടിച്ചിട്ട് പോലും ശ്രുതി അനങ്ങാൻ നിൽക്കുകയല്ലേ. അതിൻ്റെ ദേഷ്യവും അമർഷവും എല്ലാം കൂടെ കൂടിയിട്ട് ശ്രുതി അവിടെ കിടന്ന് അലറുകയാണ്. അമ്മയ്ക്കറിയോ, ആൻറ്റിക്കറിയോ ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്? അന്ന് ആ കാശ് കൊണ്ടിവിടെ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് വീതം വെച്ച് പോയേനെ. അല്ലാതെ ശ്രുതിക്കൊന്നും കിട്ടില്ലായിരുന്നു. ശ്രുതി ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി ഒരു ബിസിനസ്സുകാരനായി എല്ലാവരും മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ, ദേ ഈ സച്ചിയുടെയൊക്കെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഞാൻ ഒറ്റയിരുത്തിയ. ആ പണമുള്ളതുകൊണ്ട് മാത്രം സൗദിയെ അന്ന് ഞാൻ കെട്ടില്ലായിരുന്നെങ്കിലേ ഇപ്പോഴും ഏതെങ്കിലും പാർക്കിൽ കിടന്ന് ഉറങ്ങിയാനെ. അല്ലാതെ ഇവനെ കൊണ്ട് ഒരു ജോലി ചെയ്യാനോ പഠിച്ച പഠിപ്പിന് ഒരു ഉദ്യോഗം ചെയ്യാനോ ഒന്നും ഇവനെ കൊണ്ട് പറ്റില്ല. ഈ ശ്രുതിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, വെറും പാഴ് എന്ന് പറയുമ്പോഴേക്കും നീ എന്താടി പറഞ്ഞേ? എൻ്റെ മോനെക്കുറിച്ച് പറയാൻ മാത്രം നീ ആയോടി? നീ ഉള്ളതുകൊണ്ടാണോടി അവൻ ജീവിക്കുന്നത്? നീ ഇല്ലെങ്കിൽ പിന്നെ അവന് ഒന്നിനും കൊള്ളില്ല. ഇല്ല, അവനെ ഒന്നിനെ കൊള്ളില്ല, അവനൊരു വേസ്റ്റാ. നീലിമ പറഞ്ഞു കേട്ടില്ലേ ഇവനൊരു മണ്ടനായിരുന്നെന്ന്? അത് തന്നെ എനിക്കും പറയാനുള്ളത്. നിങ്ങളുടെ അമ്മയുടെ മോനൊരു മണ്ടനാ. ആ മണ്ടനെ ഇത്രത്തോളം കൊണ്ടുവന്നത് ഞാൻ ഒറ്റ ഇരുത്തിയാ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം കൂടി വരാണ് കേട്ടോ. അങ്ങനെ സ്വന്തം ഭാര്യ തന്നെ അപമാനിക്കുകയാണല്ലോ. അതുകൊണ്ട് അമ്മ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ, ആൻറ്റി ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ. ആൻറ്റി ശ്രുതിക്ക് വേണ്ടി എന്താ ചെയ്തത്? നിങ്ങളൊക്കെ ഒരമ്മയാണോ? അവൻ്റെ എന്ത് തെറ്റ് കണ്ടാലും എല്ലാം അംഗീകരിച്ചങ്ങ് കൊടുത്തോളും. നിങ്ങളൊക്കെ ഒരു അമ്മയാണോ എന്ന് അവൾ ചോദിക്കുന്നത് കേൾക്കുമ്പോഴേക്കും അവൾക്ക് ഭയങ്കര ദേഷ്യം വരാണ്. അതായത് ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട്, നീ എന്താടി പറഞ്ഞേ? നീ എൻ്റെ മോനെക്കുറിച്ചും എന്നെക്കുറിച്ചും പറഞ്ഞായോടി? എനിക്കറിയില്ലടി എൻ്റെ മോനെ വളർത്താൻ. നീ വന്നിട്ടാണോടി അവൻ വളർന്നത്? അവനെ പഠിപ്പിച്ച് ഇത്രയാക്കിയത് ഞാനാടി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ശ്രുതിയെ തല്ലുകയാണ്. ഒരു പച്ച വെള്ളം പോലും ഇവൾക്ക് ആരും ഇവിടെ കൊടുത്തു പോയിക്കരുത്, ഇറങ്ങി പോടി ഇവിടുന്ന് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പോയിട്ട് കഥക വലിച്ചടയ്ക്കുന്നുണ്ട്. എല്ലാവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിലോ അവളും ദേഷ്യപ്പെട്ട മുറിയിലേക്ക് കയറി കഥ അടയ്ക്കാണ്. ശ്രുതിക്ക് ഇതെല്ലാം കേട്ട് വളരെ വിഷമമായി. തന്നെ ഒന്നിനും കൊള്ളില്ലെന്നൊക്കെ സ്വന്തം ഭാര്യ തന്നെ പറഞ്ഞല്ലോ. അത് കേട്ട് അവന് മാനസികമായി വല്ലാത്ത പ്രയാസമാവുന്നുണ്ട്. കുറേ നേരമായിട്ടും ശ്രുതി പുറത്തേക്ക് വരാത്തതുകൊണ്ട് തന്നെ രേവതി പറയാണ്, അച്ഛാ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. കുറേ നേരമായിട്ട് ശ്രുതി കഥ തുറക്കുന്നില്ല. നിനക്ക് എന്താ രേവതി, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? അവളെ പക്കാ ഫ്രോഡാ, അവളങ്ങനെ ആത്മഹത്യയൊന്നും ചെയ്യില്ല. നമ്മളെ എല്ലാവരെയും കൊന്നാലും അവളെ സ്വന്തമായിട്ട് മരിക്കത്തൊന്നും ഇല്ല എന്നൊക്കെ പറയാണ്. അപ്പം ഇതെല്ലാം അകത്തിരുന്നുകൊണ്ട് ശ്രുതി കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ബാഗ് എടുത്തുകൊണ്ട് ശ്രുതി അവിടെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. നേരെ പോണത് അവളുടെ അമ്മയുടെ അടുത്തേക്കായിരിക്കും. അവിടെ പോയിട്ട് ആ ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കരയാണ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ശ്രുതി, നിന്റെ കഷ്ടകാല സമയമാണെന്ന്. ആ ജോത്സ്യർ പറഞ്ഞ് തെറ്റാറില്ല. ഇപ്പം കണ്ടോ സത്യങ്ങളെല്ലാം മറന്നേക്ക് പുറത്തു വന്നത്. ഞാനെന്നറിഞ്ഞത് നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് അവരൊക്കെ അറിഞ്ഞതാ. പക്ഷേ ഈ സംഭവം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അമ്മ പറയുമ്പം അവളെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നുണ്ട്. വീട്ടിലെല്ലാവരും ഓരോ മൂലയ്ക്ക് ഓരോ ചർച്ചയിലായിരിക്കും. രേവതി സച്ചി ഒരു മൂലയ്ക്ക് ഒരു ചർച്ച,
ചന്ദ്ര അകത്താണെങ്കിൽ കഥവും പൂട്ടിയിരിക്കുന്നു. നമ്മുടെ രവീന്ദ്രൻ ഹാളിലിരിക്കുകയാണ്. അതുപോലെ ശ്രുതി മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ വർഷയും ശ്രീകാന്തും കൂടി അടുക്കളയിലേക്ക് വരാണ്. അപ്പോൾ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ നിൽക്കുന്നുണ്ട്. ഇവരെന്താ പറഞ്ഞറിയാൻ വേണ്ടിയിട്ട് ശ്രുതി ഇവരെ വാതിക്കൽ നിൽക്കാൻ കേട്ടോ. അപ്പോൾ രേവതി പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും ആ ശ്രുതി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലേ, എന്തൊക്കെയാ പറഞ്ഞത് ഭർത്താവിനെ കുറിച്ച്. വർഷ പറയാണ്, ചേച്ചി ശ്രുതി ചേച്ചി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശ്രുതി ചേച്ചി ഇല്ലാന്നെങ്കിൽ ബിസിനസ് തുടങ്ങാൻ അയാളെ കൊണ്ട് പറ്റായിരുന്നു? ഒരിക്കലും ഇല്ല. ജോലിക്ക് പോവാണെന്നും പറഞ്ഞ് പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങിയേനെ. 7 ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? തലയ്ക്കകത്തോലെ ആൾതാമസം വേണ്ടേ? ആദ്യം ഒരു പെണ്ണ് പറ്റിച്ചിട്ട് പോയി, ഇപ്പം ഒരാൾ പറ്റിച്ചിട്ട് പോയി. ആ ശ്രുതി ചേച്ചി ഉള്ളതിന് മാത്രമാണ് ഇയാൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ തന്നെക്കുറിച്ച് ആർക്കും വലിയ വാല്യൂ ഇല്ലെന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് വേദനിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവാണ് കേട്ടോ. തമിഴിൽ ഇങ്ങനെയാണ് കേട്ടോ. പക്ഷേ മലയാളത്തിലേക്ക് വരുമ്പം ചന്ദ്ര തന്നെ നമ്മുടെ ശ്രുതിനെ വലിച്ച് പുറത്തിറക്കി കഥ അടയ്ക്കാണ്. അവളെ പുറത്തിറക്കി ഗേറ്റ് അടയ്ക്കുന്നത് നമ്മുടെ ചന്ദ്ര തന്നെയാണ് കേട്ടോ. തമിഴിൽ പക്ഷേ കുറേ നേരത്തിന് ശേഷം ശ്രുതി തനിയെ ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. മലയാളത്തിലേക്ക് വരുമ്പം ചന്ദ്ര അവളെ പുറത്തിറക്കി വിട്ട് കഥ അടയ്ക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇതിലെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ തമിഴിലും മലയാളത്തിലുണ്ടേ. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ നമ്മൾ സ്റ്റോറീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹൈപ്പും ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.